വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫില്ലിങ് കൊണ്ട് 6 തരം ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സമൂസ ഫില്ലിംഗ് ആണ്. സമൂസ ഫില്ലിങ് വെച്ചിട്ട് 6 തരം ഇഫ്താർ സ്നാക്സ് റെസിപ്പീസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സമൂസ ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും സമൂസ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. 2 ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ നമുക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത്. അപ്പോൾ നമ്മുടെ സമൂസ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ചിലർ സമൂസ ഫില്ലിങ്ങിൽ പൊട്ടാറ്റോ ഒക്കെ ചേർക്കും. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് സമൂസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചതിലേക്ക് ഒരല്പം നെയ്യും കൂടിയും ചേർത്ത് കുഴച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂസക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. സമൂസ ഫില്ലിംഗ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇറച്ചിപ്പത്തിരി. അപ്പോൾ അതിൻ്റെ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഇനി നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് പൊടി നന്നായി കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. പൊടി നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കി നമുക്ക് പത്തിരി പരത്തിയെടുക്കണം. അധികം തിക്നെസ്സിൽ പരത്തരുത്. ഈ സൈസിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് അധികം വെക്കരുത്, നമ്മുടെ പത്തിരി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി പത്തിരിയുടെ മുകളിലേക്ക് വേറൊരു പത്തിരിയും കൂടി പരത്തി വെച്ച് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് രണ്ടും ഒരേ ലെവലിൽ കിട്ടി. ഇനി അടിയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. ഈ ഇറച്ചിപ്പത്തിരി എൻ്റെ ഇഫ്താർ റെസിപ്പിയിലെ 4ാമത്തെ റെസിപ്പിയാണ്. ഞാനൊരു 30 റെസിപ്പി ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വെറൈറ്റി ആയിട്ട് നോമ്പിന് 30 ദിവസം 30 സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ 4ാമത്തെ റെസിപ്പിയാണ്. ഇതുവരെ ബാക്കിയുള്ളതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം. എല്ലാം ഇതേപോലെ മടക്കിയെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 4 എണ്ണം ഒപ്പരം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് താന്ന് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ചിലർക്ക് കുറച്ചൊരു മധുരം കൂടിയും ചേർത്ത് കഴിക്കാനായിരിക്കും ഇഷ്ടം. ഇറച്ചിപ്പത്തിരിക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിരി ഈ മുട്ടക്കൂട്ടിൽ മുക്കി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലോ നെയ്യോ ഒന്നും വേണ്ട. എന്നിട്ട് 2 ഭാഗം ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. പുറമെ ഒരു സ്വീറ്റും ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരിയാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. ഇനി സമൂസയുടെ സെയിം ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അപ്പോൾ സമൂസയുടെ സെയിം ഫില്ലിംഗ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്പ്രിംഗ് റോളിന് വേണ്ടി ഇനി ദോശ ചുട്ടെടുക്കണം. ഞാൻ 2 കപ്പ് മൈദ ആണ് എടുത്തത്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ദോശമാവിന്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഈ മാവ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തരിതരിയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ദോശ ചുട്ടെടുക്കണം. നല്ല നൈസായിട്ട് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം. കോഴിമുട്ട ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. ദോശയുടെ അടിവശം വെച്ച് കൊടുക്കണം. അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് റോൾ ചെയ്തെടുക്കാം. ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മാവിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. അത് തേച്ച് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. 2 വശത്തും ഇതേപോലെ മാവ് തേച്ച് നമുക്ക് ഉള്ളോട്ടേക്ക് മടക്കിയെടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് സമൂസയുടെ ഫില്ലിങ്ങും വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ബ്രെഡ് കൽമാസ് ആണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് 4 വശവും കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് കോക്കനട്ട് മിൽക്കിൽ മുക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. നല്ല നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഉപയോഗിച്ചാലും മതി. ഇനി നന്നായി ഉരുട്ടിയെടുക്കണം. ഏകദേശം ഒരു ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കണം. ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ വെച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറച്ചിട്ട് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം. സമൂസയുടെയും കട്ട്ലേറ്റിൻ്റെയും മധുരമുള്ള ഫില്ലിങ്ങും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് സമൂസ ഫില്ലിങ് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ഇതേപോലെ മുറിഞ്ഞു കിട്ടും. ഇങ്ങനെ 2 പീസ് വേണം നമുക്ക് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 പീസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി 2 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. സ്പൂണ് വെച്ച് പതപ്പിച്ചെടുത്താലും മതി. കുറച്ചും കൂടിയും ക്വാണ്ടിറ്റി കിട്ടുക നമ്മൾ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ നടുവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേതെ ഒരു ബ്രെഡും കൂടി വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി അരികു വശത്തിലൂടെ
മുട്ട അടിച്ചു വെച്ചത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെയ്താലും മതി. റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ മുട്ടക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് അരികുവശം ഒന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ഒരുപാട് ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അരികുവശം ഒന്ന് കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. ആദ്യം അരികുവശം മാത്രം മുക്കിയെടുക്കണം. എന്നിട്ട് അരികുവശം ഇങ്ങനെ ഓയിലൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചോളും. ഇനി പുറത്തു പോകുന്ന പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ കോഴിമുട്ടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനിടാം. അധികം കോഴിമുട്ടയിൽ മുക്കരുത്. കൈവച്ചൊന്ന് തടവി കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. കൈ പൊള്ളാതെ നോക്കണം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. നമുക്കിത് നെയ്യ് ഉപയോഗിച്ചും ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ബ്രെഡ് നന്നായി മൊരിച്ചെടുക്കണം. കോഴിമുട്ടയുടെ അംശമെല്ലാം വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് അധികം കോഴിമുട്ടയിൽ മുക്കാത്തതാണ് നല്ലത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഒരു ഫില്ലിങ് വെച്ചിട്ട് 6 തരം ഇഫ്താർ സ്നാക്സ് റെസിപ്പീസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.